ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ വീണ്ടും ഇങ്ങനെ ഒരു അവകാശം കൂടെ ഈ സഭയിൽ കടന്നു വരുവാൻ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവിന് ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഇന്ന് കാലമായിരിക്കുമ്പോൾ വലുവനായ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനാൽ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. എന്നെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ സ്വതന്ത്രം എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഓരോ ദിനങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും വിലയേറിയതാണ്. സ്വതന്ത്രമല്ല, കഴിഞ്ഞുപോയ ഒരു മിനിറ്റ് പോലും നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കത്തില്ല. കഴിഞ്ഞുപോയെന്ന് ഓർക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോകം അതിന്റെ അവസാനത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതുവരെ നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ സുതരം വളരെ വ്യക്തമായി ഇതൊക്കെ മുൻകൂട്ടി ഓർമ്മിക്കുന്നുണ്ടല്ല. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് ഓർത്തുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും ഭക്തിയുടെ വേഷം ധരിച്ച ഭോഗപ്രിയന്മാരായി നമ്മുടെ ഇടയിൽ ഒഴിഞ്ഞു നടക്കുന്ന ഒരു സമയമാണ്. ഇതിനകത്തുനിന്ന് കല്ലലിയ പ്രിയമുള്ളവരെ, നമ്മൾ ആരാണെന്നൊന്ന് തിരിച്ചറിയണം. അല്ലല്ല, ദൈവസഭയ്ക്കകത്ത് വരുന്നു കല്ലലിയ, നമ്മളൊരു വിശ്വാസിയായി ജീവിക്കുന്ന ഇതല്ല. അതിനേക്കാൾ ഉപരി കല്ലലിയ, നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെ കുറിച്ച് നമുക്കൊരു നല്ല ബോധ്യമുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നമുക്ക് കാലം അല്ലല്ലേ അത്ഭുത നിമിഷങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ വായിക്കായ എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ പറയുന്നു. അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു സാവകാശയുടെ ഭൂമി ഞങ്ങൾ ഒരുക്കി തന്നതിനാൽ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ഒന്നുമില്ലെന്ന് ഒന്നോട് സമ്മതിക്കാം. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. അല്പ നിമിഷങ്ങൾ ദൈവജനമായി സ്തുതിപ്പാൻ തക്കവണ്ണം വലുവനായ ദൈവം എന്നെയും ബലപ്പെടുത്തണമേ. നിന്റെ ജനത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കണമേ. തിരുനാമ മഹത്വമായി തീരുവാൻ സഹായിച്ചാൽ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രൈസിനോട് വലുവനായ ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസരെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും വന്ദനം ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ചതിൽ ദൈവനാമത്തുള്ള നന്ദി ദൈവദാസനെ സഭയെ എല്ലാവരെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിച്ചാ വേദവാക്യം ഇങ്ങനെ വായിക്കുന്നു കല്ലലിയ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ചിന്തിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പൂർണ്ണമായി പ്രാപ്തനാ. ഒരു തലവേദന മാത്രമല്ല, ഒരു ചെറിയൊരു കാര്യം മാത്രമല്ല, വലുതൊന്നും നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയത്തില്ല. ചെറിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ, ഇന്ന് പകരത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, ധൈര്യത്തോടെ പറയല്ലേലൂയ, ഓ സുത്രൻ, യാതൊരു കുറ്റവും ചെയ്യാഞ്ഞിട്ടും ഹല്ലേലൂയ ഒരു അപമാനിതനായി തീരുന്ന നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. അധികാരമുള്ള നാമത്തിന് ദൈവിക പാദപീഠത്തിലിരിക്കുമ്പോൾ പറയണം. ഈ വെള്ളിയാഴ്ച ഇതിനകത്തിരിക്കുമ്പോൾ പറയണമല്ലേ, എന്റെ ദൈവം പ്രാപ്തനാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞാല്, എന്റെ ദൈവം പ്രാപ്തനാണ്. യേശുവിന്റെ നാമത്തിന് എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. അതേ ചിത്രമല്ല. എബ്രായർ 2:18 ചേർത്ത് വായിച്ചേ. എബ്രായർ 2:18.
താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യാതൊരു കുറ്റവും ചെയ്യാത്തവൻ, ഹല്ലേലൂയ, സ്തോത്രം, യാതൊരു ഊനവും ഇല്ലാത്തവൻ. എന്നാൽ ലോകത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഒരു അപമാനിതനെ പോലെ കഷ്ടമനുഭവിച്ച ഹല്ലേലൂയ മനുഷ്യന്റെ കഷ്ടതകളും വേദനകളും ഹല്ലേലൂയ നന്നായി രുചിച്ചറിഞ്ഞ ഒരുവൻ പറയാ, ഞാൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകരത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദനകൾ ഉണ്ടാകാം, സങ്കടങ്ങൾ കാണാം, രോഗങ്ങൾ കാണാം. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിന് നടുവെ പറയണം, ഹല്ലേലൂയ, ഇതിനെയൊക്കെ അതിജീവിച്ച ഒരുവനാണ് എന്റെ രക്ഷകൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓശ നമ്മുടെ അതരങ്ങളെ ചലിക്കട്ടെ, നാം ശക്തിയോടെ പറയട്ടെ, എന്റെ ദൈവം പ്രാർത്ഥന. എന്റെ ദൈവം ഒരു ബലഹീനനല്ല, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. എന്റെ ദൈവത്തെ വിടുവിപ്പ പ്രാർത്ഥനയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നോ? ദൈവത്തിന്റെ മകനോട് പറ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും അളക്കുവാൻ കഴിയാത്ത വിധത്തില്, ലോകത്തിൽ ആർക്കും നിർണ്ണയിക്കാൻ കഴിയാത്ത വിധത്തില് എന്റെ കാര്യത്തെ കുറിച്ച് ബോധ്യതയുള്ള ഒരു ദൈവമാണ് എന്റെ കർത്താവ്. അതുകൂടെ പറഞ്ഞ ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഹല്ലേലൂയ. ഇത്ര വിശ്വസ്തനായ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ വില കൊടുത്തവൻ, അവന്റെ അവസാനത്തുള്ള രക്തം പോലെ നമ്മക്കായി വിലയ്ക്ക് വാങ്ങിയവൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വൈകി ആലയത്തിൽ ഇരിക്കുമ്പോൾ വിളിച്ചു പറ, എന്റെ ദൈവം പ്രാപ്തനാണ്, എന്റെ ദൈവം വിളിപ്പാൻ ശക്തനാണ്, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. സ്വതം ഹല്ലേലൂയ. നെഗറ്റീവ് ചിന്തകളെല്ലാം മാറട്ടെ. സ്വതം ഹല്ലേലൂയ. ശൂന്യതകൾ മാറട്ടെ. സ്വതം ഹല്ലേലൂയ. ഇപ്പോഴത്തെ സ്ഥിതി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ രോഗമായിരിക്കാം, അല്പ രോഗമൊക്കെ കാണുമായിരിക്കാം, കടബാധ്യത, ഇതിങ്ങനെ അങ്ങ് പോകുമെന്നല്ല. അതിനെ നോക്കി പറ, എന്റെ ദൈവത്തിനെ വിളിപ്പാൻ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കണം. കാക്കയോട് മാനുഷ്യമായി ആർക്കും ഒരു അറിവ് തോന്നത്തില്ല. ഉടയവൻ അതിനോട് കരുണ തോന്നിയെങ്കിൽ തന്റെ അവസാനത്തുള്ള രക്തം പോലെ ഊറ്റി തന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോ ഇന്ന് ഹല്ലേലൂയ. ഈ ദൈവം പ്രാർത്ഥന, ഈ കർത്താവ് പ്രാർത്ഥന, എന്നെ വിളിച്ചവൻ വിശ്വസന, എന്നെ നടത്തുവാൻ ശക്തന, എന്റെ സങ്കടം അറിഞ്ഞ് അതിനകത്തവണ് ഞാൻ കരയുന്നിടത്ത് ഇറങ്ങി വന്ന് മകനെ മകളെ എന്ന് വിളിച്ച് മാറോട് ചേർത്ത് വിളിച്ച് ഹല്ലേലൂയ എന്റെ കണ്ണുനീരൊപ്പൊന്നൊരു ദൈവത്തെ അതര തുറന്നു പറ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സംഘടന വായിക്കുന്നില്ലേ? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു വശത്ത് 10,000 പേരും വേണം, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നമ്മളാരാണ്ട് പട്ടാളക്കാരെ കാവല് നിർത്തിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. നിന്റെ വണ്ടി ഓടിയപ്പോഴും ഹല്ലേലൂയ, വണ്ടിയിലിരുന്ന് ഉറങ്ങിയപ്പോഴും ഫോൺ വിളിച്ചപ്പോഴും ഒന്നും അപകടമുണ്ടാകാതെ മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കും. അവരെ കുറിച്ചല്ല, തന്റെ ജനത്തെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ബോധ്യത ഉള്ളത് കൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിലാണ് ഇന്ന് വൈകാരം പറകല്ലിയ അനർത്ഥം സംഭവിക്കാതെ ഒരു വെള്ളിയാഴ്ചയുടെ ഹല്ലേലൂയ പരസഹായമില്ലാതെ ഈ ആലയത്തിനകത്തേക്ക് നടന്നു കയറിയ പ്രിയപ്പെട്ടവരെ, നിന്റെ കൈകാലത്ത് ബലം തന്നവന്, നിനക്ക് ആരോഗ്യം തന്നവന്, സംസാര ശേഷി തന്നവന്, കേൾവി ശേഷി തന്നവന്, കാഴ്ച ശക്തി തന്നവന്, ആ ദൈവം വിശ്വസനാണ്, അവൻ ശക്തനാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് മകനൊന്നും ദൈവസന്നിധി ഒന്നിന്റെ കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിക്കട്ടെ. പരിശുദ്ധം വായിച്ചു കേൾക്കില്ല. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന്. ഇവിടുത്തെ ആളുകൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലമാണ് 2 പ്രാവശ്യം അടുപ്പിച്ചൊന്ന് ചോദിച്ചു നോക്കിയ മോഹൻ കാണും. എന്നാൽ നിന്നെ വിടുവിക്കുന്നവർ സ്വോത്രം ഹല്ലേലൂയ. വചനം വെച്ചേ അങ്ങനെ ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. മതി ഹല്ലേലൂയ. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഇന്നും പകരത്തിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ
ആത്മീയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. നീ വേദനിക്കുന്ന വിഷയത്തിന്, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടിയുമായി ഒരു മാനുഷിക കരമല്ല, ഒരു സ്വന്തം സഹായമല്ല, അതിനപ്പുറത്ത് എന്നെ വിടുവിക്കാൻ ഭക്തനായ ഒരുവൻ സ്വർഗത്തിൽ ആജ്ഞയുമായി ഇറങ്ങി വരുമെങ്കിൽ ഈ ആലയത്തിനകത്തിരിക്കുമോ, ഈ വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിക്കുമോ, ഒരു മനുഷ്യ കരമല്ല എന്നെ വിടുവിക്കാൻ, എന്നെ നടത്തുവാൻ പ്രാപ്തനായവൻ സീയോനിൽ അധികാരത്തിന്റെ ശബ്ദമുള്ള ആത്മാവിൽ എന്റെ ദൈവം ഇന്ന് പകരുന്നതിനകത്ത് ഒരു മറുപടി ചെയ്യുന്ന ദൈവമാ, എന്റെ വേദന മാറ്റുന്ന ഒരു ദൈവമാ, എന്റെ സങ്കടം മാറ്റുന്ന ഒരു ദൈവമാ. ഒരു മനുഷ്യന് എന്നോട് ദൈവത്തോടായിരുന്നപ്പോ, എന്നോട് കരുണതോടായിരുന്നപ്പോ, എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി കാൽവരയില് തന്റെ അവസാനത്തുള്ള രക്തം പോലെ പൂത്തി തന്ന ദൈവം, അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ മാറിപ്പോകുന്ന ദൈവമല്ല, അവൻ വിടുവിപ്പാനായ ദൈവമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൈവജനം ആത്മാവിൽ പറ. ഒരു കേവലം ഒരു മീറ്റിംഗിൽ ഇരുന്നിട്ട് പോകരുത് പ്രിയപ്പെട്ടവരെ. നീ ആത്മാവിൽ പ്രഖ്യാപിച്ചു തുടങ്ങണം. ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ശാരീരിക വേദനകളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ അതിനകത്ത് കയറി നിന്നുകൊണ്ട് പറയണം, എന്റെ ദൈവത്തിന് മാറ്റാനാണ് വരുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ വിടുവിക്കുന്നവൻ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്റെ യേശു ഇറങ്ങി വരും. അങ്ങനെ കണ്ണുനീർ തൂകുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ പോട്ടെ സോരി പോട്ടെ സോരാന്നൊക്കെ പറഞ്ഞ് അന്നേരം അങ്ങ് വിടും. പിടിച്ചിരി കഴിയുമ്പോൾ നമ്മളോട് എതിരായി കഴിയുമ്പോൾ അവന്റെ കയ്യിലിരിപ്പോണ്ട് അത് പറ്റിയെന്ന് പറയും. നമ്മൾ തന്നെ തിരിച്ചു പറയും, എന്താ നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരണം. സ്വതം ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങളെ ഹല്ലേലൂയ, ആത്മാവിൽ ഇത് വിളിച്ചു പറയട്ടെ, ആത്മാവിൽ ഇത് വിളിച്ചു പറയട്ടെ. നീ പറയണം ഹല്ലേലൂയ. നിനക്കാരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ വേറേതാക്കി മാറ്റും. ഇങ്ങനെ ഞെരുങ്ങി ഞെരുങ്ങി ഹല്ലേലൂയ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇത് അങ്ങനെ പറയട്ടെ, നിന്നെ വിടുവിപ്പാൻ, നിന്നെ തിരഞ്ഞെടുത്ത, നിനക്ക് വേണ്ടി വില കൊടുത്ത നിന്റെ യേശു പ്രാർത്ഥന, നിന്റെ യേശു രക്ഷന, എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് ധൈര്യത്തോടെ പറയട്ടെ. നിന്റെ മനസ്സിനെ പഠിപ്പിച്ച, നിന്റെ ചെറുവിന വിഷയത്തിന് മറുപടിയില്ലാത്ത അതിനെ കാടിനെപ്പെടുത്തി നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പല മുത്തരേരിയായ സീയോന് എന്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് വൈകാല പ്രിയമുള്ളവരെ എല്ലാം പോസിറ്റീവായിട്ട് അങ്ങ് ചിന്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം, ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണം. നമ്മൾ വെള്ളിയാഴ്ച വന്ന് ഹല്ലേലൂയ പാടി പ്രാർത്ഥിച്ചു, സാക്ഷി പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ പോയെന്നല്ല ഇനി പറയണത്. അതങ്ങ് നിർത്തിയിട്ട് നമുക്ക് പറയണം, എന്നെ വിടിവിപ്പാൻ ഇറങ്ങും. ഓരോ മീറ്റിംഗിലും ഹല്ലേലൂയ ആര് പ്രസംഗിക്കുന്നത്, ആര് ശുശ്രൂഷിക്കുന്നല്ല, ഇതിനകത്ത് ഇറങ്ങി വരുന്നത്. നമ്മള് 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. തമ്പുരാനാ പറഞ്ഞത്, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ഭാവം ശങ്കര ഗൗരികരാധന നിന്നെ ചലിപ്പിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ എല്ലാ മുൻവിധികളും മാറി നിൽക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ മുൻവിധികളും മാറി നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിലല്ല, നിന്റെ നാവ് കൊണ്ട് ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഒരു പോസിറ്റീവായി നീ പറ. യേശുവിന്റെ നാമത്തിലല്ല, എന്നെ വിടുവിപ്പാൻ, എന്നെ വിടുവിപ്പാൻ ഒരുവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാകയാ. സ്വതന്ത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് വേദം മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പിലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കേട്ടോ, മനുഷ്യർക്ക്
നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ഇല്ല. നമ്മളാ പറയുന്നത് മറ്റാർക്കുമില്ലാത്ത സങ്കടമാണ്, മറ്റാർക്കുമില്ലാത്ത വേദന എനിക്ക് മാത്രം. വചനം എന്താ പറഞ്ഞത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൃഷ്ടാന്തമായി യോബിന്റെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇതൊന്നും വന്നില്ലല്ലോ. നമുക്ക് വന്നത് ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളൂ. എന്നാൽ വായിച്ചോ മോനെ വാക്യം. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷകളോടെ അവൻ പോക്കുവഴി ഒരുക്കുന്നത് ദൈവമാണ്. ഓ സ്വതന്ത്ര ഇന്ന് പകൽക്കാലമല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്നോടുകൂടെ നിന്റെ ദൈവമുണ്ട്. ഓ ശമനരകജനതകളെ, നിനക്ക് കഴിയാത്ത ഒന്നും നിന്റെ തല ചുമടായി തമ്മിൽ തരത്തില്ല. നിന്റെ പകൽക്കാലം നീ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നിനക്ക് നല്ലൊരു ബോധമുണ്ടാകട്ടെ. അവിടെ പറയണ ഓ സഹിക്കേണ്ടതിന് മുകളിൽ ഒന്നും വെച്ച് വെക്കണം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ലല്ലോ. ദൈവം വിശ്വസൻ. പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾ സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷകളോടുകൂടെ പോക്കുവഴിയും. ഓ സ്വതന്ത്രമല്ല, ഇന്ന് പകലില്ലാത്തൊരു പറക്കല്ല. എനിക്കൊക്കെ ഒരു വശത്തുണ്ട് ഉണ്ടെങ്കിലും അല്ലറിയ അതിനകത്ത് താളടിയായി പോകാതെ, അതിനകത്ത് തകർന്നു പോകാതെ, എന്റെ വിശ്വാസം പോയി പോകാതെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് സഹിക്കുന്നതിന് മേലെ എന്റെ വിൽപ്പവർ ദൈവത്തിനറിയാം, എന്റെ ധൈര്യം ദൈവത്തിനറിയാം. ഓരോരുത്തരെ കുറിച്ചും അതിനപ്പുറത്തോട്ട് ആർക്ക് തരത്തില്ല പ്രിയപ്പെട്ടവരെ. അതിന്റെ മേലെ വരുന്നതിന് സഹിപ്പാൻ തക്ക കൃപ ദൈവത്തിന്. ഈ ദൈവം പ്രാർത്ഥന, ഈ ദൈവം എന്നെ നടത്താൻ പ്രാർത്ഥന, ഈ ദൈവം എന്നെ നടത്താൻ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിലല്ല ആലയത്തിൽ ഇരുന്നുകൊണ്ട് പറകല്ല ദൈവത്തെ ഒന്ന് പുകഴ്ത്ത്, ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഈ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം ശക്തനാണ്, എന്റെ ദൈവം പ്രാർത്ഥനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ പറയുന്നത് പോലെ നിൽക്കുന്നൊരു ദൈവമല്ലെന്ന് ദൈവം. അതുപോലെ ഇസ്രായേലിന് ആ വിചാരം ഫലിക്കില്ല. സ്വതന്ത്രമല്ല. ഏതൊക്കെ ആ വിചാരം എവിടെയൊക്കെ ഉണ്ടാക്കിയാലും നിന്റെ ദൈവം നിന്നെ വിളിപ്പാൻ പ്രാർത്ഥന. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് വചനത്തിനകത്ത് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ആരോടും പറയേണ്ട, ആരും അറിയണ്ട, ഞങ്ങളൊക്കെ പരിഹരിച്ചോളാമെന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്നാൽ ഇന്ന് പകൽക്കാലമല്ല ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് ഇറങ്ങി വരിക, ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് ഇറങ്ങി വരിക. ഓ സ്വന്തത്തിന്റെ ഹൃദയമുള്ള ദൈവസന്നിധിയിലേക്ക് പകർന്ന്, ഓ കണ്ണുനീരിന് മറികടക്കാത്തൊരു ദൈവമുണ്ട്. എന്റെ പേര് വിളിച്ചവനുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അസ്ഥികൾ മെനയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് പേരിന്റെ ഒരു ദൈവമുണ്ട്. ആ കർത്താവിന്റെ വിടുവിപ്പാൻ പ്രാർത്ഥനാണെന്ന് നമ്മുടെ അവരെ കൊണ്ടൊന്ന് പറയുന്നത് കേൾക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ദൈവജനം ഒരു അതിരും വെക്കണ്ട. എന്റെ ദൈവം ഇത്ര ചെയ്യത്തുള്ളൂ, എന്റെ ദൈവത്തിന് ഇത്ര പറ്റത്തുള്ളത്. ദൈവജനം അതിര് വെക്കണ്ട, ദൈവജനം അങ്ങനെ പറയണ്ട. ദൈവജനം കേട്ടിപ്പോഴല്ല എന്നെ വിടുവിപ്പാ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാ. എന്റെ ദൈവം പ്രാർത്ഥന, എന്റെ ദൈവം പ്രാർത്ഥന. എന്റെ ദൈവത്തിന് കഴിയാം, എന്റെ ദൈവത്തിന്റെ കണ്ണുനീര് മാറ്റാം, എന്റെ ദൈവത്തിന്റെ വേദന മാറ്റാം, എന്റെ പരീക്ഷ മാറ്റാം. എന്നെ ഒന്ന് നടത്തുവാൻ ശക്തനായ വിശ്വസിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുകയാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്കൊരു നല്ല അറിവുണ്ടായി. നമ്മുടെ ദൈവം നല്ലൊരു ശ്രോത്രം നല്ലൊരു വല്ലപ്പോഴും വന്ന് അതിഥിയായി വന്നിട്ട് നമ്മൾ പറയുന്നത് ചെയ്തു തന്നിട്ട് പോകുന്നൊരു ദൈവമല്ല. അല്ല,
Amen. അവൻ നമുക്ക് വേണ്ടി സദാ Yes. പക്ഷപാതം. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി കാര്യങ്ങൾ ദൈവം എന്നെ ഓർപ്പിക്കുന്നു. Amen. ഇന്ന് പകൽക്കാലം ഒന്ന് ബലപ്പെടണം. Yes. എവിടേക്കോ ഇടിഞ്ഞ് ഹല്ലേലൂയ Hallelujah. മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ അല്ലെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ചിലതിനകത്തിരിപ്പുണ്ട്. Amen. സ്വതന്ത്രം എന്തോ പകൽക്കാലം ഹല്ലേലൂയ Hallelujah. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകലിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓ സ്വതന്ത്രമല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ ഇടിഞ്ഞതിനെ പണിതു തരുന്ന ഒരു ദൈവമാണെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ടാണ് എവിടെയോ ആരൊക്കെയോ ഞെരുങ്ങി ആരെയും അറിയിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഇന്ന് പകലകല്ലേലൂയ അതിനെ നോക്കി പറകല്ലേലൂയ എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം ശക്തനാണ്, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്, ചില ക്രമീകരണങ്ങൾ എവിടെയോ ആവശ്യമുണ്ട്. യേശുവിന്റെ നാമത്തിലല്ല ഇന്ന് യാഗപീഠങ്ങൾ നന്നാക്കിക്കോ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആരും നോക്കി ഇരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പണിയേണ്ടതുണ്ടെങ്കിൽ പണിതോ, ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ക്രമീകരിച്ചോ. ദൈവത്തോട് പറഞ്ഞ ഹല്ലേലൂയ ഇന്ന് ഇടിഞ്ഞതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് അതിന്റെ മേലൊരു ദൈവ പ്രവർത്തി ഇടപെടേണ്ടതിനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേഗത്തിൽ കടന്നു പോകട്ടെ. വൈകാൻ 2 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുത്തുവാൻ കയ്യിൽ നിന്ന് പ്രാർത്ഥിപ്പിന്. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൻ നമ്മെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. എല്ലാവർക്കും വിശ്വാസമൊന്നുമില്ല, നമുക്ക് നല്ല ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവം വിശ്വസനാണ്, നമ്മുടെ ദൈവം വിശ്വസനാണ്. എത്രയോ പ്രാവശ്യം ഉഴപ്പി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയവരാണ് നമ്മളൊക്കെ. എന്നിട്ട് നമ്മൾ പകല് കണക്കാട്ടാ പരിവദിച്ചില്ലേ? അതിനാലോ നമ്മളെ വിളിച്ച് വേർതിരിച്ചു. നമ്മളെ ഉപാധികളെ പറഞ്ഞ് ഹല്ലേലൂയ ക്ഷീണമാപ്പാ പറ്റിയില്ലപ്പാ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞ് നമ്മളെ കിടന്നുറങ്ങിയപ്പോൾ വിശ്വസ്തൻ നമ്മൾ വെട്ടിക്കളയാ. ഹല്ലേലൂയ നമ്മെ വിളിച്ചതിന് ഒത്തവണ്ണമല്ലല്ലയ, നമുക്ക് തന്ന നന്മയ്ക്ക് ഒത്തവണ്ണമല്ലല്ലയ. നമ്മൾ പകരം എന്ത് ചെയ്തു? ശാസ്ത്രോപദേശി പറയുന്നത് പോലെ ഹോസ്പിറ്റലിൽ കിടന്ന് ഓക്സിജൻ വലിച്ചു നോക്കണമായിരുന്നു. എത്ര ഒരുപാട് വലിച്ചു തീർത്തെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, എന്ത് മാത്രം വലിച്ചെന്ന്. കണക്ക് നോക്കിയാൽ അല്ലല്ലയ നമ്മൾ നമ്മുടെ ആയുസ് മുഴുവൻ സമ്പാദിക്കുന്നത് കൊടുത്താലും തീരത്തില്ല. എന്നിട്ടും വിശ്വസ്തനായവൻ നിന്നെ വെട്ടിക്കളയാതെ, വിശ്വസ്തനായവൻ നിന്നോട് കണക്ക് ചോദിക്കാതെ ഒരാരാധനയുടെ തന്നിരിക്കുമ്പോൾ, ഒരു വെള്ളിയാഴ്ചയുടെ തന്നിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നെടുമ്പാട് വീഴണമെടുത്ത് നെടുമ്പാട് വീണോണം. ദൈവസന്നിധി കരയണമെങ്കിൽ കരഞ്ഞോണമല്ലയ, മടങ്ങി വരണമെങ്കിൽ മടങ്ങി വന്നോണമല്ലയ. ഇന്ന് വൈകുന്നേരം പറയണമല്ലയ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നിന്നെ കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിന്റെ പാതവിട. സ്വോത്രം ഇന്ന് വൈകാരം പറ. അതുകൊണ്ട് പറയുന്നത് വശത്തും വലതുവശത്തും ഇടതുവശത്തും ഒക്കെ വരും. അടുക്കത്തില്ല. വണ്ടി ഓടിക്കുന്നവരോട് ചോദിച്ചു നോക്കി, എത്ര കൂടി ചോദിച്ചാലും വരും. അതിനകത്ത് വിടാതെ പിടിപ്പിച്ചു. എത്രയോ പ്രാവശ്യം ഉറക്കം തൂങ്ങി വണ്ടി ഓടിച്ചവരെതിരിക്കുന്നു. മക്കളൊക്കെ ഓടിക്കുന്നവർ അങ്ങനെയൊക്കെയാ പറഞ്ഞു. ഉറക്കം തൂങ്ങിയും അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചവരാ. വിശ്വസ്തനായവൻ
ശത്രുവിന്റെ കരകൾ വിട്ടുകൊടുത്ത് എന്നെ ഒരു അപമാന വിഷയമാക്കാതെ യെസ് ഇന്ന് പകരം ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ പുകഴുവാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തെ പറ ഹല്ലേലൂയ. എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്റെ ദൈവം പ്രാപ്തരാണെങ്കിൽ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോ ഒരു സമാധാനത്തോടെ മടങ്ങണം, ഒരു പുതുക്കത്തോടെ മടങ്ങണം. നിന്റെ ആത്മീയ മണ്ഡലം ഒന്ന് മാറണമല്ലല്ലയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. എന്റെ ദൈവം വിശ്വാസനായതുകൊണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ലജ്ജ കൂടാതെ മുട്ടുന്നവരും വേണ്ടി ഹല്ലേലൂയ സൂത്രം ഹല്ലേലൂയ വാതിൽ തുറന്ന് ഹല്ലേലൂയ വേണ്ടുപോലെ കൊടുത്തു. അങ്ങനെയല്ലേ സ്വത്രം അല്ല ചോദിച്ചത്. ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ വന്ന വീട്ടിൽ വന്ന അതിഥിയെ അങ്ങനെ വിടാൻ പറ്റാത്തത് കൊണ്ട് ഒരപ്പം വായ്പ. നീ ചോദിച്ച പലതും ഹല്ലേലൂയ കഥാവേ ഒരു മാസം കൂടെ എന്നെ നിർത്തണമെന്നാണ് ചോദിച്ചത് അല്ലേ? എന്നാൽ ഇന്ന് വല്ല വർഷങ്ങൾ കഴിയുമാറാക്കി ഒരു ദൈവമില്ലേ? ഇല്ലേ? എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ ഈ കാര്യം ഒന്ന് കടന്നു കിട്ടിയാൽ മതി കർത്താവേ, ഒന്ന് സാധിപ്പിച്ചു തരണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചവരല്ലേ നാം ഓരോരുത്തരും. എന്നാൽ അത്രമാത്രമേ തന്നിട്ടുള്ളൂ. അതിനപ്പുറമായി വേണ്ടുപോലെ തന്ന ഒരു ദൈവം. ആ ദൈവം വിശ്വസ്തനല്ലേ? ഹല്ലേലൂയ. ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാട്ടെ, വന്നപ്പോൾ ഏത് സ്ഥിതിയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. 1000 റിയാലുകൾ ശമ്പളം കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച പലർക്കും ഇന്ന് ഹല്ലേലൂയ അതിന്റെ 10 മടങ്ങ് തന്ന ഒരു ദൈവം വിശ്വസ്തൻ. ഓ ഈ ദൈവത്തെയല്ലേ നമ്മൾ സ്തുതിക്കുന്നത്? ഓ ഇന്ന് പകൽക്കാലം പറ ഹല്ലേലൂയ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാ. ഒരു വാക്കിൽ വായിക്കാൻ നമ്മൾ നിർത്താം. വിശുദ്ധ സങ്കീർത്തനങ്ങൾ 72:12-13 വാക്യം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. കേട്ടോ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഹല്ലേലൂയ എന്റെ നിലവിളി കേൾക്കും. ഒന്നും പറയാൻ നമുക്കില്ലല്ലോ, നമുക്കറിയാറുണ്ടോ? ചുരുപത്തുറക്കെ ഉണ്ടെന്നേ കൊള്ളൂ. അതൊന്നും വലിയ കാര്യമില്ല. ഹല്ലേലൂയ. ഈ വാസു പറയുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം. സാംകുമരവും പറയുന്ന പോലെ ഹല്ലേലൂയ ഒരു ഇന്നോവക്കാരൊന്നും വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിനൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഓട്ടം നിർത്താതിരിക്കാൻ ഒരു പ്രോത്സാഹന സമ്മാനം പോലെ. ഹല്ലേലൂയ. നിനക്ക് 2,000, 3,000, 5,000, 10,000 ശമ്പളം തരാനും നമ്മുടെ ദൈവത്തിന് കഴിവുള്ളൂ. അല്ലെന്നേ, നീ ഓട്ടം നിർത്താതിരിക്കാൻ തൽക്കാലം ഇതൊക്കെ തന്നു നിർത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാകുമ്പോൾ ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും അവൻ വിടുവിക്കുമല്ലോ. ഇന്ന് വയൽക്കാലം ഒരു നിമിഷം അമ്മാരോട് കരഞ്ഞു, എന്റെ ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നു. ഞാനിങ്ങനെ ഇരിക്കുമോ? നീ കഴിച്ച ആഹാരത്തിന്റെ ബലമാണോ? നീ സമ്പാദിച്ച പണത്തിന്റെ വലിപ്പമാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ മഹിമയാണോ? ഒന്നുമല്ല. വിശ്വസ്തനായ ഒരു ദൈവം. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണും ഒരു നിമിഷം വന്ന് അടച്ചു പിടിച്ചിട്ട് ഉയരത്തിലേക്ക് ഉയർത്തി നോക്കിയാണ്. ആ അപ്പച്ചനോടൊന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുറമേ ഉള്ള നോക്കുമ്പോൾ നമ്മുടെ ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. അവൻ സകലതും അറിയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം വായിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ നിരൂപണമൊക്കെ അവൻ ദൂരത്ത് അറിയുന്നു. നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഹല്ലേലൂയ നിന്റെ നിരൂപണമൊക്കെ നീ പ്ലാൻ ചെയ്യുന്ന പലതുമല്ലല്ലയ അതിനു മുമ്പേ അറിഞ്ഞൊരു ദൈവമാണെങ്കിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ സഭയോടെ കഴിയുമ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിരാശകളും പരാജയങ്ങളും മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ. ദൈവജനത്തെ വേദനിപ്പിച്ച ദൈവ
വിവരിക്കുക. ഓ ശമന രമണ ശങ്കര യേശുവിന്റെ നാമത്തിലുള്ള സ്വസ്ഥത കെടുത്തി കളഞ്ഞ, സമാധാനം കെടുത്തി കളഞ്ഞ ചില വെല്ലുവിളികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പലക്കാലം ചില ന്യായവിധികൾ മാറട്ടെ, ചില ന്യായവിധികൾ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായി കർത്താവേ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് പകലും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് വിളിച്ചു പറയുന്നു. യേശുവിന്റെ അധികാരം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം എന്നെ എവിടെയും പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, ദൈവസഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തി ദൈവത്തിന്റെ മഹത്വം അല്ല. ജനം അത്ഭുതം കൂറുമാറ് വിടുതലിന്റെ ശുശ്രൂഷകൾ ദൈവസഭക്കാരെ ജനം വിശ്വസിക്കുവാനും ജനം അനുഭവിക്കാനും മുഖാന്തരമായി തീരേണ്ടതിനാൽ ഒന്നിച്ചു പ്രാർത്ഥിക്കട്ടെ, ഒന്നിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ ശുശ്രൂഷിക്കുന്ന ആരെന്ന് നോക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരൊക്കെ പുൽപ്പറ്റി കയറി നിൽക്കുന്നു, ആരായാലും ഏത് ദൈവദാസനായാലും ഇതിനകത്ത് കയറുന്നവരെ അനുഗ്രഹിച്ചു. അവരിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും, അവരിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും. ആള് മാറിയ ചില ശുശ്രൂഷകൾ ദൈവസഭകത്ത് ആള് മാറി വരെ പോലെ ശുശ്രൂഷിക്കുന്ന ചില ശുശ്രൂഷകൾ ദൈവസഭകത്ത് വെളിപ്പെടാൻ പോകുന്നത് ദൈവസഭയോട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കണേ. ഒരു നിമിഷം അവരവർക്കറിയാം അവരവരെ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ. ഇന്ന് പോയേക്കാൾ അതിനെ നോക്കി പറയാം, എന്റെ നിലവിളിക്ക് കർത്താവ് മറഞ്ഞിരിക്കും. നിന്നെ തിരഞ്ഞെടുപ്പാൻ നീ ഒരു യോഗ്യതയൊന്നുമില്ലായിരുന്നു, എന്നാൽ നിന്നെ സ്നേഹിച്ച സ്നേഹം അപ്പാ പിതാവ് എന്ന് വിളിക്കത്തക്ക രീതിയിൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നവനായ ഒരു കർത്താവ് ആ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ തയ്യാറാക്കി, ഒന്ന് കരയാൻ തയ്യാറാക്കി. ഹൃദയം ദൈവത്തിന് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുത്താൽ ദൈവം ചില ഇടിവുകളെല്ലാം മാറ്റി, ചില ഇടിഞ്ഞ അനുഭവങ്ങൾ മുന്നോട്ട് കയറി വരാൻ കഴിയാത്ത വിധങ്ങൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനകത്ത് ചിലരെ പണിയുന്നു. യേശുവിന്റെ നാമത്തിലല്ല ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദത്തിന്റെ കാതുകളെ മുടങ്ങിയിട്ട് നിന്റെ ദൈവത്തിന്റെ ഗീതത്തിനൊത്തമാണ് നിന്നെ ഒന്ന് വിട്ടുകൊടുത്ത് അപ്പാ പിതാവേ ഒന്ന് വിളിച്ചുകൊണ്ട് ഓ സുത്രം ഹല്ലേലൂയ ഒന്ന് അടുത്തു വരാൻ ദൈവാത്മാവ് പറയുന്നു. ദൈവാത്മാവ് ജനത്തോട് ഇത് പറയുന്നു. ഓ സുത്രം പ്രിയമുള്ളവരെ ഒന്ന് മടങ്ങുക, ഇന്ന് പകലൊന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തുവാ. ഒരു നിമിഷം ഒന്ന് ആരാധിച്ച്, ഒരു നിമിഷം ഒന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇരുന്നിട്ട് ഈ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ, ഈ ദൈവത്തെ ഒന്ന് ഉയർത്തിയാട്ടെ, ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വം വിളിയാട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളച്ചൊരു നിമിഷവും കേൾക്കപ്പെട്ട ദൈവവചനത്തിനും പാകയും തുറന്നു നടക്കാമെന്ന് സൂര്യൻ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്.